അതുകൊണ്ട് രക്ഷിതാക്കളോട് നമ്മളെ മക്കൾക്ക് നമ്മളേ ഉള്ളൂ. അവര് നശിച്ചാൽ പറയാൻ 100,000 ആൾക്കാരുണ്ടാവും. ഓൾക്ക് അതൊരു കഥ മാത്ര. ഞാൻ എന്റെ ഭാര്യനോട് ഇടക്കിടക്ക് പറയുന്നത്, എന്റെ പെങ്ങന്മാരോട് പറയാ, എന്റെ ഭാര്യമാരോട് പറയുമ്പോൾ അല്ലെ നിങ്ങളോട് പറയുന്നത്, അതേ കൊല്ലത്ത് പറയാ. എന്റെ മോള് നശിച്ചാലേ അയൽപ്പക്കത്തെ ആളുകൾക്കും കേട്ടിക്കുന്നവർക്കൊക്കെ അതൊരു കഥ മാത്ര, അതൊരു രസം മാത്ര. എന്നെ വെറുക്കുന്നവർക്ക് അതൊരു രസ, എന്നെ സ്നേഹിക്കുന്നവർക്ക് അതൊരു കഥയും ഒരു അത്ഭുതവും മാത്ര. അൻസാറിന്റെ മോളോ എന്ന് ചോദിക്കേണ്ട ഒരു അത്ഭുതം വേറെ ചിലർക്ക് നന്നായിക്ക് നാടോട്ടക്ക് പ്രസംഗിച്ചടന്നിട്ടല്ലേ ഓനെ കിട്ടണം എന്നും പറയുന്നവരുണ്ടാവും. ഞാൻ ഓളോട് പറഞ്ഞു, നശിക്കുന്നത് എനിക്കും എനക്കുവാ നശിക്കുന്നത്. ആ ബോധന്മാരെ നിങ്ങൾക്ക് ഉണ്ടാവണം, നിങ്ങളെ മക്കളെ തൊട്ട്, എന്റെ മക്കളെ തൊട്ട്. പക്ഷെ അവിടെ എന്തു വേണം? അവനവന്റെ മക്കളുടെ പോക്കും വരവും ചിന്തയും അവരുടെ ഓരോ സെക്കൻഡും തിരിച്ചറിയാൻ പറ്റുന്ന, അവർക്ക് കാവലാകുന്ന മാതാപിതാക്കളാവണം. നമ്മളെ മക്കളെ 100% വിശ്വസിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. 90% വിശ്വസിച്ചാലും ഒരു 10% എപ്പോഴും നമ്മളോട് പറയാൻ പാടില്ലാത്ത എന്തൊക്കെയോ അവരെ മനസ്സിലുണ്ടാകും എന്ന് ചിന്തിക്കണം. അതുണ്ടാവും, പക്ഷെ അത് അംഗീകരിക്കൂല ചില മാതാപിതാക്കൾ. അതാ പ്രശ്നം. ഇപ്പൊ ഞാനൊക്കെ പറയാറുണ്ട്, 2 മക്കൾ ഇങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോൾ അതിൽ ഒരു കുട്ടീനെ ഒരു ചങ്ങായി കാത്തുക്കുന്നുണ്ട്. ഓന്റെ പെരവള് വർത്താനം പറയുന്നുണ്ട്. അപ്പൊ ഇത് കൂടെ പോകുന്ന പെണ്ണ് ഓളമ്മനോട് പോയി പറഞ്ഞു, അമ്മേ എന്റെ കൂടെ വരുന്ന ഇന്നോളെ ഒരു ചങ്ങായി കാത്തുക്കുന്നുണ്ട്. അപ്പൊ ഈ കൂടെയുള്ള കുട്ടീന്റെ അമ്മ എന്താ നല്ലത് വിചാരിക്കുക? ആ കുട്ടീന്റെ അമ്മനെ ഒന്ന് അറിയിക്കട്ടെ. നേരെ ആ കുട്ടീന്റെ അമ്മനെ അങ്ങനെ വിളിച്ചിട്ട് പറയും, നിങ്ങളുടെ മോളെ ഒന്ന് ശ്രദ്ധിക്കണം. എന്റെ മോള് പറയുന്നത്, നിങ്ങളെ മോളെങ്ങനെ കാത്തുക്കാൻ ഒരുത്തം ബൈക്കുമായിട്ട് കുളിക്കലി സൈഡിലുണ്ട് നിൽക്കുന്നുണ്ട്. ആ ബസ് ആടെത്തുമ്പോൾ ഓൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒരു 4 ദിവസം വാപ്പാനോട് ഓളെ ബസ് സ്റ്റോപ്പിൽ ഒന്ന് ചെന്നിക്കാൻ, നിങ്ങൾ ആരെങ്കിലും ആങ്ങളെ ഒന്ന് ചെന്നിക്കാൻ പറയണേന്ന് അറിയുമ്പോൾ ഈ ഉമ്മ ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് വാപ്പാനെ വിളിച്ചറിയ എന്തെങ്കിലും അറിയോ? ഇത് കേൾക്കണ ഒരു രസം. ഓള് നമ്മളെ മോളെ പറ്റി കുറ്റം പറയാ, ഓളെ മോളെ നന്നാക്കട്ടെ. എന്റെ മക്കൾ അങ്ങനത്തെ മക്കളല്ല. ഇങ്ങനെയല്ല പറയണ്ടേ. എന്റെ മക്കളിൽ ആരെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ ആ തെറ്റിന്റെ മക്കൾ ആഹാരവും ദുനിയാവും നശിപ്പിക്കെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കണം. അത് പടച്ചോൻ കാണിച്ചിരുന്ന ഒരു വഴിയാന്ന് ചിന്തിക്കണം. അതുള്ളതാണോ അല്ലാത്തതാണോ എന്ന് ആലോചിക്കണം, അന്വേഷിക്കണം. മക്കളെ കൂടെ ഇരിക്കണം, അവർക്ക് സമാധാനവും സ്വസ്ഥതയും കൊടുക്കണം.